ഞാൻ ആദ്യം ചോദിക്കുന്നത് താങ്കളോടാണ്. താങ്കൾ മമ്മൂക്കയുടെ സിനിമയിലാണ് ആദ്യം അഭിനയിച്ചു തുടങ്ങിയത്. ഈ ചെറുപ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ. ആരാണ് കൂടുതൽ ചെറുപ്പം എന്നുള്ളത് വളരെ സന്തോഷമായിരിക്കുന്നുണ്ടാണ് എപ്പോഴും വളരെ യങ് ആയിട്ടിരിക്കാൻ തോന്നുന്നത്. അതെ അതെ, അത് അതിൻ്റെ ഒരു ബേസിക് ഫോർമുലയല്ലേ, സന്തോഷം എപ്പോഴും നമ്മളെ ചെറുപ്പമാക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത്? സന്തോഷം കണ്ടെത്തുന്ന ഒരു പടം വിജയിക്കുമ്പോൾ ഈ നല്ലൊരു കുടുംബം നല്ല ഫാമിലി ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സന്തോഷം തന്നെ വേറെയാണ്. അങ്ങനൊന്നുമില്ല, ജസ്റ്റ് മെൻ്റൽ ഹാപ്പിനെസ്, ഉള്ളിൽ നിന്നുള്ള ഹാപ്പിനെസ് പുറത്ത് വരുമ്പോൾ ഒരു വേറെ തരം ബ്യൂട്ടി തന്നെ ഉണ്ടാവും ഫേസിലൊക്കെ. കുടുംബത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, കുടുംബ ചിത്രങ്ങളിലാണ് താങ്കൾ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കുടുംബ ചിത്രങ്ങളാണ് താങ്കൾ കൂടുതലും വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു കുടുംബ ചിത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം? ഈ സിനിമയിൽ മറുപടി അത് ആക്ച്വലി ഈ ഒരു കഥ വന്നിട്ട് എന്നോട് ഈ കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ് ഇതിൻ്റെ കഥാകൃത്ത്, ഒരു പെണ്ണെഴുത്തുകാരിയാണ്. പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു ഉത്തരേന്ത്യയിൽ നടന്ന റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു കഥയാണത്. കേട്ടപ്പോൾ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ ഒരു സബ്ജക്റ്റ് സിനിമയായി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ മീഡിയയോട് ചെയ്യുന്ന, അല്ല എൻ്റെ സൊസൈറ്റിയോട് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് ആയിരിക്കും ഈ സിനിമ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. ആക്ച്വലി ഒരു നിസ്സഹായരായ കുടുംബം, ഒരു വളരെ ഇന്നോസൻ്റ് ആയിരിക്കുന്ന ഒരു കുടുംബം അറിയാതെ ഒരു ഇതിൽ പെട്ടുപോവുകയും എന്നിട്ട് അതിൻ്റെ പേര് ജയിലിൽ പോവുകയും ആ ജയിലിൽ വെച്ചിട്ട് ഈ 3 ജീവിതങ്ങൾ ഒന്നിച്ച് അതിജീവനത്തിന് വേണ്ടിയുള്ള ഫൈറ്റാണ് ഈ കഥ. നമ്മൾ കണക്കൂട്ടിയതിനേക്കാൾ മുകളിലാണ് ഈ സാറയുടെ കഥ. പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് രബീൻ സാറ് ഇവിടേക്ക് എത്തിയത്. കൂടെ അവരുടെ മകൾ റിയ ഉണ്ടായിരുന്നു. റിയ റിയ She has to go to the juvenile home. ഇവിടെ മലയാളി ആയാലും ബംഗാളി ആയാലും നീതി നിയമം എല്ലാവർക്കും ഒന്നാ. ഇവിടുത്തെ വലിയ സൂപ്രണ്ട് സാറില്ലേ, അയാളുമായിട്ട് ഇതിനകത്ത് മറ്റേ പരിപാടിയാ. റൊമാൻറ്റിക് ചിത്രങ്ങൾ ചെയ്ത റഹ്മാനെ തന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൽ ചില കാര്യങ്ങൾ പറയാം. ഹീറോസിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഹീറോയുടെ അടുത്ത് പോയി ചോദിക്കും. അത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളായിരിക്കും. പണിയൊന്നുണ്ടാവില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അത് ഞാൻ നോക്കിയില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ കൂടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകളിൽ വന്നിട്ട് നമ്മളെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കമലഹാസനൊക്കെ ആയിരുന്നു നമ്മളന്ന് മനസ്സിൽ വന്ന് വെട്ടി വീണ് പെട്ടെന്ന് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് നമ്മൾ അന്ന് കമലഹാസൻ്റെ മാതിരി മുടിയൊക്കെ, നമ്മൾ കമലഹാസനാകാൻ പറ്റാൻ നമുക്കറിയാം. അതായത് മുടിയൊക്കെ ആ ലൈനിലൊക്കെ മദ്രാസോ കണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ആണ് ഈ റഹ്മാൻ്റെ ഒരു എൻട്രി. ആ എൻട്രിയിൽ പിന്നെ നമ്മൾ ക്യാമ്പസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ പയ്യന്മാർ മുഴുവൻ റഹ്മാൻ സ്റ്റൈൽ മുടി സെൻട്രലിൻ്റെ അടുത്ത് റഹ്മാൻ തരംഗായി. അന്നാണ് അസൂയ തോന്നിയിട്ടുള്ളത്? അല്ല, അന്ന് എനിക്ക് ഭയങ്കര കാരണം എനിക്ക് നമുക്ക് ആ മുടി അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയപ്പെട്ട്. അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തെ പിന്നെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് പലരും പിന്നെയും പല നായകന്മാരും വന്നിട്ടുണ്ടെങ്കിലും റഹ്മാൻ ക്രേസ് നമ്മളെ ആ പഠിക്കുന്ന കാലത്തുള്ള ഏജ് ഇപ്പോൾ നമ്മളെ ഏജിൽ നിൽക്കുന്നവർക്ക് റഹ്മാനെ നമ്മൾ മനസ്സുകൊണ്ട് മടുത്തിട്ടില്ല. ഒന്നാമത് ഓവറായിട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ല റഹ്മാനെ എന്നുള്ളതാണ്. കാരണം വന്നിരിക്കുന്നതൊക്കെ നല്ല സിനിമ, വളരെ സെലക്റ്റീവായിരുന്നു അന്നും. അപ്പോൾ ഈ കഥ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അന്നും പിന്നെ റഹ്മാനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. റഹ്മാൻ്റെ തമിഴ് പടങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം റഹ്മാൻ തന്നെ വന്നു. റഹ്മാൻ ഞാൻ കോൺടാക്ട് ചെയ്ത സമയം റഹ്മാൻ എനിക്ക് സബ്ജക്റ്റ് കേൾക്കണം. ഞാൻ എന്താ പറഞ്ഞിട്ട് നമ്മൾ നല്ല അടുപ്പില്ല. കാരണം കാലാൾപ്പട എന്ന് പറഞ്ഞ സിനിമ ഞാൻ വിജയ് തമ്പിയുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുമ്പോൾ റഹ്മാൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ റഹ്മാൻ എന്നെ ഓർമ്മയൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഥ കേട്ടപ്പോൾ റഹ്മാൻ പറഞ്ഞു എന്നോട്, തീർച്ചയായിട്ടും ഞാൻ ചെയ്യും, അവരെ ഇമ്മീഡിയറ്റ് ആയി പുറത്തിറക്കണം. പുറലോകം കാണുള്ള നീ. എന്റെ മോക്ക് മരിക്കാൻ പേടിയുണ്ടോ? ഇനി അഥവാ ഇവിടെ തന്നെ ആവുന്നെങ്കിൽ അത് ഞാൻ ഒറ്റക്കായിരിക്കും. तुमको तो पता था I have an eye for your daughter.
ഇല്ല, എൻ്റെ മോളെ ഞാൻ വിട്ടുതരില്ല. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഒരിടയ്ക്ക് തമിഴിൽ ഭാഗ്യം പരീക്ഷിക്കാൻ പോകുന്നതുകൊണ്ടാണ് മലയാളത്തിലൊരു ബ്രേക്ക് വീണത്, അല്ലെങ്കിൽ മലയാളത്തിൽ പെട്ടെന്ന് ഗ്യാപ്പ് വീണത് അതുകൊണ്ടാണ്. പക്ഷേ ഒരു ഗ്യാപ്പ് വീണാലും താങ്കൾ സിനിമയിൽ നിന്ന് മാറി നിന്നാൽ പോലും റഹ്മാൻ്റേതായ ഒരു ക്ലാസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് റഹ്മാൻ തൻ്റെ കഥാപാത്രങ്ങൾ കണ്ടെത്തുന്ന ക്ലാസ്സാണോ വ്യക്തിയുടെ ക്ലാസ്സാണോ? രണ്ടുമാവാം എനിക്ക്. കാരണം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഈ 3-4 ഭാഷ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, ചെന്നൈയിൽ. ആൻഡ് തമിഴ് പടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഗ്യാപ്പ് വന്നുപോയി, കണക്ഷൻ വിട്ടുപോയി. പിന്നെ നമുക്കതാണല്ലോ വേണ്ടത്. ഓരോരോ വ്യക്തിക്കും പരസ്പരമുള്ള ഒന്നും വേണ്ട. ഈ വാട്സാപ്പ് ഇപ്പോൾ മൊബൈൽ വന്നുകൊണ്ട് വാട്സാപ്പിലും അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നു. മനുഷ്യന്മാർക്ക് അവരുടേതായിട്ടുള്ള ടെൻഷൻ പ്രശ്നം. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് റീവാമ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ നല്ല സുഹൃത്തുക്കൾ ലൈക്ക് സാൻഡി പാമ്പണിയും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുക, ചില ഡയറക്ടേഴ്സായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ. സോ അതിൻ്റെ ഇടയിലാണ്. അപ്പം പിന്നെ എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ഓരോ നല്ല നല്ല ഓഫറുകൾ വന്നു. മുംബൈ പോലീസും ബാച്ചിലർ പാർട്ടിയും രാജമാണിക്യം അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഓഡിയൻസിന് വീണ്ടും പഴയ മെമ്മറിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങി, കണക്ഷൻ വീണ്ടും തുടങ്ങി. മുംബൈ പോലീസിന് ശേഷം ഒരുപാട് അപ്രിസിയേഷൻ വന്നു, പടം ഓടി, പടം വിജയിച്ചു, ഒക്കെ ചെയ്തു. എന്നിട്ടും പോലും നല്ല വലിയ ഗ്യാപ്പാണ്. വേറെ കഥകൾ വന്നു, ചെയ്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹം എന്നെ വിളിക്കുന്നതും. ഫോണിലൂടെ മാത്രം ഇതിൻ്റെ ഒരു ലൈൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ആദ്യം തന്നെ എടുത്ത് പറയുന്നത്, രമൻ ഇത് ഇങ്ങനൊരു കഥയാണ്, ലേഡി ഹീറോയിൻ ഇമ്പോർട്ടൻസ് ഉള്ള, പക്ഷേ അങ്ങനെയല്ല എന്ന് പുള്ളി ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അതെങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കാരണം ചിലരിപ്പം ഹീറോസൊന്നും നമുക്ക് അങ്ങനെ ഒരു പടങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ട്രാഫിക് എന്നൊരു സിനിമ ചെയ്യില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനൊരു മുംബൈ പോലീസ് എന്നുള്ള സിനിമ ചെയ്യില്ലായിരുന്നു. സോ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില കണ്ടീഷൻ. പക്ഷേ നല്ല സിനിമക്ക്, നല്ല കഥയ്ക്ക് ഞാൻ എപ്പോഴും വെൽക്കം ചെയ്യും. അപ്പം ഡെലിക്കേറ്റ് മാറ്റർ എന്ന് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് ഇതിപ്പോൾ പെണ്ണിനെ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്ന കഥ. അപ്പോൾ പുള്ളി അതിൻ്റെ ലൈൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടല്ല, എനിക്ക് കണക്റ്റഡായി. അപ്പം തന്നെ ഞാൻ കണക്റ്റഡായി. എൻ്റെ കഥാപാത്രം പറഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ആ കണക്ഷൻ. അവിടെ പെട്ടെന്ന് ആ കണക്ഷൻ വന്നു. അത് ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വേറെ ആൾക്ക് പറ്റില്ല. കാരണം ഒരു പക്ഷേ ഞാൻ മാരീഡ് ആയിരിക്കാം, ഒരു പക്ഷേ ഞാനൊരു തകപ്പനായതുകൊണ്ടായിരിക്കാം എനിക്ക് ആ കഥയിലോട്ടൊരു അറ്റാച്ച്മെൻറ്റ് വന്ന്. അല്ലെങ്കിൽ ഞാൻ ആസ് എ വ്യക്തി എൻ്റെ ഞാൻ അങ്ങനെയാണ് എന്നൊരു ക്യാരക്ടർ ആയിരിക്കാം ആ ഒരു കണക്ഷൻ വന്നത്. എൻ്റെ കഥാപാത്രം പറഞ്ഞപ്പോഴും ആ കഥയുടെ അവസാനവും തുടക്കവും അവസാനവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ തൃപ്തിയായി തോന്നിയത്. കുറച്ച് മുമ്പ് ശ്രീ റഹ്മാൻ പറഞ്ഞു എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്. ഇപ്പം ആൾക്കാരെ ഓർത്തിരിക്കാൻ പോലും ചില സമയത്ത് പാടുപെടുന്നുണ്ട്. ഈ തിരക്ക് സിനിമ കാണുന്നതിലുണ്ടോ ആൾക്കാർക്ക് എങ്ങനെയും പെട്ടെന്ന് സിനിമ കൊണ്ട് ഇറങ്ങി പോകണം, അടുത്ത കഥ എന്താ സീൻ എന്താണെന്ന് പറഞ്ഞു പോകണം. ആർക്കും സമയമില്ല സിനിമ മുഴുവൻ ഇരുന്ന്. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളൊരു ഫാമിലി സിനിമയായിട്ട് വരുമ്പോൾ എന്തായിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഈ തിരക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫാമിലി സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രം സിനിമ എന്നുള്ള രീതിയിലൊന്നും ആൾക്കാർ ഇപ്പോൾ ടി വി സീരിയലിൻ്റെ മുമ്പിൽ 24 മണിക്കൂർ സ്ത്രീകളിരുന്ന് സിനിമ കാണും. ഏത് ചാനൽ നോക്കിയാലും ഒരു സാധനമാണെങ്കിലും എല്ലാം കൂടി അങ്ങോട്ടും മാറി നോക്കിയാൽ ഇതിൻ്റെ മുമ്പിൽ കുത്തിരിക്കാത്ത സ്ത്രീകളില്ല. അവർക്ക് ആസ്വദിക്കാൻ പറ്റിയിരിക്കുന്ന സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പം മലയാളത്തിൽ.
ഇപ്പോൾ യൂത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രെൻഡിലുള്ള സിനിമകളാണ് വരുന്നത്. എന്നാൽ അതിനിടയ്ക്ക് മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ എല്ലാവർക്കും തിരക്കുള്ള സമയത്ത് തന്നെ മൊയ്തീനും വന്നത്, ലൈഫിൽ തിരക്കുണ്ട്, എല്ലാം ഉണ്ട്. ഈ സിനിമ വന്നപ്പോൾ അതും അതിൻ്റെ പേസ് എല്ലാം കൊണ്ട് വളരെ ഫാസ്റ്റായിരിക്കുന്ന സിനിമയല്ലത്. അതിൻ്റെ പേസും അതിൻ്റെ ഫീലും അതിൻ്റെ കുടുംബത്തിലുള്ള കലഹങ്ങളും കാര്യങ്ങളും ഒരു പെണ്ണിൻ്റെ വിഷമവും കാമുകൻ്റെ വിഷമവും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ സിനിമ വന്നപ്പോൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ആ സിനിമയോട് കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല കഥകളും ഇതിനും ഇപ്പോഴും ഫാമിലി ഓഡിയൻസ് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത്തരം കുറേ അതിൻ്റെ ശേഷം വന്നിട്ട് 2 സിനിമകളുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല ഇതിന്. കാരണം ഈ ഒരു ട്രെൻഡിൽ ഈ ഒരു അവസ്ഥ, കാരണം ഇപ്പോൾ ഈ രൂപയുടെ 500 രൂപയുടെ 1000 രൂപയുടെ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് പത്രങ്ങളിൽ, ഈ മാതൃഭൂമികളിൽ, മനോരമ പോലെയുള്ള പത്രങ്ങളിലും മീഡിയാസിലും ഈ റേപ്പിൻ്റെയും പീഡനത്തിൻ്റെ കഥ വരാത്ത. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം വന്നപ്പോഴാണ് ഇതെല്ലാം മാറിപ്പോയത്. അതല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇതായിരുന്നു, അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൂതമാരി ഇവരൊക്കെ നമ്മൾ പ്രതികരിച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് നടക്കുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന സാധനം തന്നെയാണ് ഈ ട്രെൻഡ് നോക്കി സിനിമ ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ട്രെൻഡ് നോക്കിയിട്ട് ഇപ്പോൾ സിനിമ ഇറക്കാൻ എല്ലാ സിനിമകളും ഇവിടെ വിജയിക്കണം. അത് ചില കണ്ടൻറ്റിൻ്റെ പ്രത്യേകത. ആ കണ്ടൻറ്റിൽ നമുക്ക് വിശ്വാസമുണ്ട്.